പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, കരുണയുടെ നൊവേനയുടെ 9-ാം ദിനത്തിലേക്ക് അങ്ങേ മക്കളായ ഞങ്ങളെ അങ്ങ് പ്രത്യേകമാവിധം കൂട്ടിച്ചേർത്തതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ കരുണയാണ്, അങ്ങയുടെ വലിയ അനുഗ്രഹമാണ് മുടങ്ങാതെ ഈ 9 ദിവസങ്ങൾ ഈ നൊവേന പ്രാർത്ഥനയിലായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചത്. കർത്താവേ, നാളെ അങ്ങയുടെ കരുണയുടെ മഹാ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അങ്ങയുടെ വലിയ കരുണയുടെ ആഴങ്ങളിലേക്ക് അങ്ങ് ഞങ്ങളെ ആനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ മനസ്സാണ് അങ്ങയുടെ മക്കൾ അങ്ങയുടെ കരുണ സ്വന്തമാക്കണമെന്ന്. അങ്ങയുടെ കരുണയിൽ എപ്പോഴും ആശ്രയിച്ചുകൊണ്ട്, അങ്ങയുടെ കരുണയെ ചരണപ്പെട്ടുകൊണ്ട്, അങ്ങയുടെ കരുണയെ മഹത്വപ്പെടുത്തി വാഴ്ത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഈശോയെ അങ്ങ് ആഗ്രഹിക്കുന്നല്ലോ. ഇതാ അനേകായിരം മക്കള് ലോകത്തിന് നാനാഭാഗങ്ങളിലിരുന്ന് കർത്താവെ, ആയിരക്കണക്കിന് മക്കളാണ് ഈ നൊവേനയിൽ പങ്കെടുത്തത്. കർത്താവെ, അനേക നിയോഗങ്ങൾ സമർപ്പിച്ച് എഴുതി സമർപ്പിച്ചും അതോടൊപ്പം തന്നെ അങ്ങയുടെ തിരുമുമ്പിൽ ആഗ്രഹിച്ച് ഹൃദയം സമർപ്പിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ മഹാകരുണയിൽ നിന്ന് അങ്ങയുടെ കരുണയുടെ സമൃദ്ധി എല്ലാ മക്കൾക്കും നൽകി അത്ഭുതങ്ങളുടെ വറ്റാത്ത ഉറവയായ അങ്ങയുടെ മഹാകാരുണ്യത്തിൽ നിന്ന് അനുഗ്രഹങ്ങളുടെ വലിയ പെരുമഴ അങ്ങയുടെ മക്കളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, 9-ാം ദിവസം പ്രത്യേകമാവിധത്തില് ഈ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരുടെ നിയോഗങ്ങള്, പ്രാർത്ഥനകള് എഴുതിയും ഫോൺ വിളിച്ചും കമന്റ് ബോക്സിലും അല്ലാതെയും ഒക്കെ ആയിട്ട് പ്രാർത്ഥിച്ച് സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളുടെ മേലും കർത്താവെ, അങ്ങയുടെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടട്ടെ. അങ്ങ് പറഞ്ഞില്ലേ കർത്താവെ, ഈ കരുണയുടെ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മകനും യാതൊരു അനുഗ്രഹവും ഞാൻ നിഷേധിക്കത്തില്ല എന്ന് പറഞ്ഞ അങ്ങയുടെ വലിയ ആ വാഗ്ദാനം അങ്ങയുടെ മക്കളിൽ പൂർത്തിയാക്കണമേ. കർത്താവിന്റെ കരുണ സ്വന്തമാക്കിയെടുക്കാൻ വേണ്ടി പ്രത്യേകമാവിധം 9-ാം ദിവസത്തില് ഈശോയെ, അങ്ങ് ഞങ്ങളോട് പറയുന്ന മക്കള് ആത്മീയമായിട്ട് മന്ദത ബാധിച്ച എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ കരുണയിലേക്ക് സമർപ്പിക്കാനാണല്ലോ കർത്താവ് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കരുണയുടെ നൊവേനയിലായിരുന്നു കൊണ്ട് നാളെ കരുണയുടെ മഹാ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും വലിയ ഒരുക്കത്തിലാണ്. നമുക്കറിയാം, ഈ ദിവസം എല്ലാവരും നന്നായിട്ട് കുമ്പസാരിച്ച് നാളെ ദൈവകരുണയുടെ തിരുനാൾ ദിനത്തില് യോഗ്യതയോടെ കർത്താവിന്റെ വാഗ്ദാനങ്ങളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മള് വിശുദ്ധ കുർബാനയെ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കരുണയുടെ ആ വലിയ അഭിഷേകം പ്രാപിച്ച് പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിച്ച് ഒരു പുതിയൊരു മാമോദിസ, ഒരു പുതിയൊരു സൃഷ്ടികർമ്മം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന കരുണയുടെ മഹാതിരുനാളിൽ നമുക്ക് ഒരുമയോടെ പങ്കുചേരാം. ആ കരുണയുടെ സമൃദ്ധിയിൽ നിന്ന് എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവിന്റെ അത്ഭുതങ്ങളുടെ വറ്റാത്ത ഉറവയുടെ ശക്തമായ പ്രവൃത്തികൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. വലിയ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം മക്കളെ, കർത്താവിന്റെ ഹിതം അറിഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് 9-ാം ദിനത്തിലെ ഈ അവസാനത്തെ ദിവസം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ പറയുന്നു, മന്ദതയിൽ നിപതിച്ച ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക. എൻ്റെ ഹൃദയത്തെ വളരെ വേദനാജനകമായി അവർ മുറിവേൽപ്പിക്കുന്നു. ഒലിവ് തോട്ടത്തിൽ വച്ച് എൻ്റെ ഹൃദയം
തീവ്രവേദനയാൽ വലഞ്ഞത് മന്ദഹൃദയരെ പ്രതിയാണ്. അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയത് അവർ മൂലമാണ്. എൻ്റെ കാരുണ്യത്തിലേക്ക് ഓടി വരികയാണ് അവർക്കുള്ള അവസാനത്തെ പ്രതീക്ഷ. ഇവിടെ മക്കളെ, ആത്മീയമായിട്ട് മന്ദത ബാധിച്ച മക്കൾ, വിളിക്കപ്പെട്ട വിളി നമ്മുടെയൊക്കെ വളരെ വലുതാണ്. മാമോദിസായിലൂടെ, കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ട വിവാഹത്തിലൂടെ, പൗരോഹിത്യത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൂദാശകളും വിളികളും അന്തസ്സും ജീവിതവും ഒക്കെ വളരെ വലിയ കാര്യങ്ങൾ. പക്ഷെ അതിനു വേണ്ടി നമ്മൾ വലിയ പ്രാർത്ഥനയില്, തീഷ്ണതയില്, ദൈവഭക്തിയില് ദൃഢത, തീഷ്ണത, അങ്ങനെ ജീവിക്കുമ്പോ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഈശോ ഗെത്സേമനി പ്രാർത്ഥിക്കുമ്പോ സ്ലീഹന്മാർ കിടന്ന് ഉറങ്ങുക. അവര് ഈശോയെ ബലപ്പെടുത്തിയിട്ടുന്ന പോലെ പ്രാർത്ഥനയിൽ ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണ്. ആ അവസ്ഥയിൽ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈശോ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് പറയുവേണ്ടി വരില്ല. കാരണം ആത്മീയയുടെ ശക്തി. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം മക്കളെ, ഈ ജീവിതം ജീവിക്കണമെങ്കിൽ നമ്മൾ ആത്മീയമായി തീഷ്ണതയുള്ള മക്കളായിരിക്കണം. എന്നാൽ അതിൽ നിന്ന് ആ താല്പര്യം കുറഞ്ഞ്, പ്രാർത്ഥന കുറഞ്ഞ്, തീഷ്ണത കുറഞ്ഞു വരുമ്പോ ഒരു മന്ദത വരും. അവരെക്കുറിച്ച് പറഞ്ഞ് ചൂടോ തണുപ്പോ ഇല്ലാത്തവര്, ദൈവികമായ കാര്യങ്ങളിൽ ഒരു താല്പര്യമില്ല, ചൂടുമില്ല, തണുപ്പുമില്ല, മന്ദോഷന്മാര്. കർത്താവ് പറഞ്ഞ് ഞാൻ എൻ്റെ വായിൽ നിന്ന് നിങ്ങളെ തുപ്പിക്കളയെന്ന് പറയും. മന്ദോഷ്ണത എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരവസ്ഥയാണ്. അവരെ കുറിച്ച് കർത്താവ് ഒത്തിരി വേദനിക്കുന്നുണ്ട്. ഇന്ന് പൗരോഹിത്യത്തിൽ മന്ദത ബാധിച്ചവര് ഒത്തിരിയേറെയാണ്. സന്യാസ ജീവിതത്തിൽ മന്ദത, അല്ലെങ്കിൽ കുടുംബ ജീവിതത്തില്, ക്രൈസ്തവ ജീവിതത്തില്, വിശ്വാസ ജീവിതത്തില് ഒരു മന്ദത, താല്പര്യമില്ല. അങ്ങനെയൊക്കെ പോണൊരു താല്പര്യക്കുറവുള്ള മക്കൾ. അതുകൊണ്ട് ഈ മന്ദത ബാധിച്ചാൽ പിന്നെ നമുക്ക് വളരാൻ പറ്റില്ല. ആ മന്ദത ബാധിച്ചവരുടെ മേൽ പിശാചിനെ പെട്ടെന്ന് കയറി നശിപ്പിക്കാൻ പറ്റും. അതാണ് വേറൊരു വശം. ഈ മന്ദതയ്ക്ക് കിടക്കുന്ന ആൾക്കാരുണ്ട്, അവരെ പെട്ടെന്ന് പിശാചിനെ ഉപയോഗിക്കാൻ പറ്റുന്ന പറയും. അവരെ പാപത്തിലേക്ക് നയിക്കാം, അശുദ്ധിയിലേക്ക് നയിക്കാം, ലഹരിയിലേക്ക് നയിക്കാം, കൂട്ടുകെട്ടിലേക്ക് നയിക്കാം. പിന്നെന്താ പറയാ, വിവാഹമോചനത്തിലേക്ക്, അവിഹിത ബന്ധത്തിലേക്ക്, മ്ലേച്ഛതകളിലേക്കൊക്കെ നയിക്കാം. പക്ഷെ ദൈവത്തോട് ചേർന്ന് ആത്മീയതയില് കരുത്ത് പ്രാപിച്ച് തീഷ്ണമായി പോകുന്ന മക്കളെ പിശാചിന് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണന്മാരൊക്കെ പറയലോ, അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പൂരാന്ന് പറയാം. അതുകൊണ്ട് ഈശോ ഒത്തിരി വേദനിക്കുന്നുണ്ട് അവരെ കുറിച്ച്, നമ്മളെ കുറിച്ചൊക്കെ. ഒത്തിരി മന്ദത ബാധിച്ചവരാണ് നമ്മളൊക്കെ. എന്തെങ്കിലും വരുമ്പോ തന്നെ കഴിഞ്ഞ ദിവസം കർത്താവ് പറഞ്ഞില്ലേ, കർത്താവിന്റെ കരുണയെ ശരണപ്പെട്ട് മഹത്വപ്പെടുത്തി അതിൽ ആശ്രയിച്ച് എന്നും വിശ്വാസത്തോടു കൂടി നിൽക്കണം. അല്ലാതെ എന്തെങ്കിലും വരുമ്പോഴേക്കും ഒരു മന്ദത ബാധിച്ചവരെ പോലെ ആയാൽ നമ്മുടെ ജീവിതം ആകെപ്പാടെ തകർന്നു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈശോ അങ്ങനെയുള്ള ആത്മാക്കൾ കൊണ്ടുവന്ന് സമർപ്പിച്ച് അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈശോ എന്ന് പറഞ്ഞ് അവർക്കുള്ള അവസാനത്തെ പ്രതീക്ഷ എൻ്റെ കരുണയിലേക്ക് തിരിയുക എന്നതാണെന്ന് ഈശോ പറയാം. അവരെല്ലാവരും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണാർത്ഥനായ ഈശോയെ, അങ്ങ് കാരുണ്യം തന്നെയാകുന്നു. അങ്ങയുടെ കനിവ് നിറഞ്ഞ ഹൃദയത്തിലേക്ക് മന്ദത ബാധിച്ച ആത്മാക്കളെ ഞങ്ങൾ കൊണ്ടുവരുന്നു. ജീവനറ്റ ശരീരങ്ങളെ പോലെ ആരിത്തണുത്ത ഈ ആത്മാക്കളെ അങ്ങയുടെ സ്നേഹാഗ്നി ജ്വാലയാൽ ഒരിക്കൽ കൂടി എരിയിക്കണമേ. ഏറ്റവും കാരുണ്യമുള്ള ഈശോ, അങ്ങയുടെ കാരുണ്യത്തിന്റെ മഹനീയ ശക്തി ഇവരിൽ പ്രവർത്തിപ്പിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിന്റെ തീഷ്ണതയിലേക്ക് ഇവരെ ആനയിക്കണമേ. പരിശുദ്ധ സ്നേഹത്തിന്റെ ദാനം അവരിൽ ചൊരിയണമേ. എന്തെന്നാൽ യാതൊന്നും അങ്ങയുടെ ശക്തിക്ക് അതീതമല്ലല്ലോ. നിത്യനായ പിതാവേ, ഏറ്റവും ദയുള്ള ഈശോയുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള മന്ദത ബാധിച്ച ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിക്കണമേ. കാരുണ്യത്തിന്റെ പിതാവേ,
അങ്ങേ പുത്രന്റെ കൈപ്പേറിയ പീഡകളെ പ്രതിയും കുരിശിലെ 3 മണിക്കൂർ നേരത്തെ സഹനത്തെ പ്രതിയും ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. അവരും അങ്ങയുടെ അഗാധമായ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. ആമേൻ. കർത്താവിന്റെ വലിയ കരുണയിലേക്ക് നമ്മെ സമർപ്പിക്കാം. മക്കളെ, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബാംഗങ്ങള്, നമ്മുടെ മക്കളുടെ പഠനം, പ്രാർത്ഥന മന്ദീഭവിച്ചാൽ അത് പഠനത്തെയും ജീവിതത്തെയും എല്ലാത്തിനെയും ബാധിക്കും. കർത്താവെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മന്ദത ബാധിച്ച എല്ലാ മക്കളെയും വീണ്ടും അങ്ങ് ജ്വലിപ്പിക്കണം, തീഷ്ണതയിൽ ജ്വലിപ്പിക്കണം. എന്നെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ കരുണയുടെ ജപമാലയിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിരണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കു ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും
കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. കർത്താവിന്റെ വലിയ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ലുത്തിനിയായിലൂടെ കർത്താവിന്റെ മഹാകരുണ നമ്മുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈശോ പറഞ്ഞ എല്ലാ മക്കളുടെ മേലും നിറയപ്പെടാനും ചൊരിയപ്പെടാനും വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ, ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ, ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പുത്രനായ ദൈവമേ, ലോകത്തിന്റെ വിമോചക, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ അഗ്രാഹ്യ രഹസ്യമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. അത്യുന്നതന്റെ സർവശക്തിയുടെ പ്രകടമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. അമാനുഷ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് നമ്മെ വിളിച്ച ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് നമ്മെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുമുറിവുകളിൽ നിന്നൊടുക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. കരുണയുടെ മാതാവായി അമല മനോഹരിയായ പരിശുദ്ധ മറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. ദൈവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടിതമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കൂദാശകളിൽ പ്രകടിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. മാമോദീസായിലും പാപസങ്കീർത്തനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. പൗരോഹിത്യത്തിലും ദിവ്യ ബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. പാപികളുടെ മാനസാന്തരത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. വിശുദ്ധരെ പൂർണ്ണതയിലെത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. വൃതിത ഹൃദയരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. നിരാശയിൽ വേദനിക്കുന്നവരുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. എല്ലാ മനുഷ്യരെയും
എല്ലായ്പ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രസാദവരങ്ങളാൽ മുന്നാസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അനുഗ്രഹീതരുടെ ആനന്ദമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ പറ്റാത്ത കുറവയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കുരിശിൽ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ദിവ്യ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ദയാപൂർവം ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണ ഞാനെന്നും പാടി പുകഴ്ത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ പറ്റാത്തതും ആണല്ലോ. ദയാപൂർവം ഞങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം മടുക്കാതെ അങ്ങയുടെ തിരുമനസ്സു തന്നെയായ കാരുണ്യത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ. കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹ ഞങ്ങൾക്ക് കാരുണ്യവും പകർന്നു തരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. കർത്താവിന്റെ കരുണാർദ്ദ ഹൃദയത്തിലേക്ക് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും ലോകം മുഴുവനെയും കർത്താവ് ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ സംരക്ഷണം ആ തിരുഹൃദയത്തിൽ തിരുരക്തം കൊണ്ടും തിരുജലം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന കരുണയുടെ മഹാസംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ മക്കളെയും കർത്താവിന്റെ വലിയ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മന്ദത ബാധിച്ച എല്ലാ മക്കളും വീണ്ടും ശക്തി പ്രാപിക്കാൻ, അഭിഷേകം പ്രാപിക്കാൻ, ദിവ്യകാരുണ്യ ഹൃദയത്തിൽ നിന്ന് ആ സ്നേഹാഗ്നി ജ്വാല, എരിയുന്ന തീ, ആളിക്കത്തുന്ന അഭിഷേകമായി ഒരു പുതിയ ശക്തിയായിട്ട് എല്ലാ മക്കളിലും നിറയപ്പെടട്ടെ, നമ്മൾ ഓരോരുത്തരിലും നിറയപ്പെടട്ടെ. എല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി
സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ കരുണയിലേക്ക് നമ്മെ, നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും പ്രത്യേകം ആവതി സമർപ്പിക്കാം. നമ്മളെല്ലാവരും സഭ, നമ്മുടെ പൗരോഹിത്യം, സന്യാസ ജീവിതങ്ങള്, നമ്മുടെ യുവമക്കള്, നമ്മുടെ കൊച്ചുമക്കള് എല്ലാവരും വലിയ തീഷ്ണതയില് കർത്താവിന്റെ കരുണയാൽ നിറയപ്പെട്ട് ആ സ്നേഹത്താൽ ചൊരിക്കപ്പെട്ട് ഈ ലോകത്ത് ജീവിക്കാൻ ഇടയാകട്ടെ. നമുക്കതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. യേശു അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നാളെ കരുണയുടെ തിരുനാൾ ഞാൻ അച്ഛൻ പറഞ്ഞു. കാർമൽ ധ്യാന കേന്ദ്രത്തില് രാവിലെ 10 മണിക്കാണ് വിശുദ്ധ കുർബാനയും ആഘോഷമായ തിരുനാൾ കുർബാനയും പിന്നീട് ആരാധനയും. ഈശോയുടെ ഛായാചിത്രം നമ്മൾ അന്ന് ബലിയിൽ വെച്ച് നാളെ വിശുദ്ധ കുർബാനയെ വെച്ച് പ്രത്യേകം ആശീർവദിച്ച് ആ ചിത്രത്തെ ശക്തീകരിച്ച് അതെല്ലാവർക്കും നൽകും. അതിനുശേഷം അത് ആ ഛായാചിത്രം വഹിച്ചുകൊണ്ട് നമ്മുടെ ആലയത്തിന് ചുറ്റും ചെറിയൊരു പ്രദർശനം ഉണ്ടാകും. അതിനുശേഷം ചെറിയൊരു സ്നേഹവിരുന്നുണ്ടാകും. ഇപ്പൊ സാധിക്കുന്നവരൊക്കെ വരിക. ഈ ദിവസങ്ങളിലൊക്കെ 100-150ഓളം പേര് നമ്മുടെ ആലയത്തിലേക്ക് കടന്നു വരികയുണ്ടായി. അതനുസരിച്ച് കുറച്ച് പേരെ കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിന് സാധിക്കുന്നവരൊക്കെ നേരിട്ട് വന്ന് കൂടുക. ഛായാചിത്രം എല്ലാവരും സ്വന്തമാക്കുക. എന്നിട്ടത് വെച്ച് ഈശോ പറഞ്ഞില്ലേ, ഈ ഛായാചിത്രം, അതിനെക്കുറിച്ച് ഈശോ പറയുന്ന വലിയൊരു വാഗ്ദാനമുണ്ട് മക്കളെ. കർത്താവിന്റെ ഛായാചിത്രം പറയണം, ഈശോയുടെ ചിത്രത്തെ കുറിച്ച് പറയണം. ഈ ചിത്രം വണങ്ങുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോവുക ഇല്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ ആ ആത്മാവിനെ ജീവിതത്തിലും പ്രത്യേകിച്ച് മരണസമയത്തുമുള്ള ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. ഛായാചിത്രത്തിന്റെ ശക്തിയെ കുറിച്ച് പറയാ. ഈ മരണസമയത്തൊക്കെ ഒത്തിരി ശത്രുക്കൾ വരും. ആ സമയത്ത് ഈ ഛായാചിത്രത്തിന്റെ സാന്നിധ്യം, ആ ഛായാചിത്രത്തെ വണങ്ങി ജീവിക്കുന്നവരെ കർത്താവ് സംരക്ഷിക്കുകയും. ഇത് പറയാണ്, ഈ ചിത്രം സ്ഥാപിച്ചു വണങ്ങുന്ന കുടുംബങ്ങളെയും നഗരങ്ങളെയും ഞാൻ കാത്തുകൊള്ളും. ഭയങ്കര സംരക്ഷണമാണ്. വീടുകള്, നഗരങ്ങള്, സ്ഥലങ്ങള്, ഫാക്ടറി, കടകള് കർത്താവ് സംരക്ഷിക്കും, കാത്തുകൊള്ളും. അപ്പൊ അതുകൊണ്ട് നാളെ സാധിക്കുന്നവരൊക്കെ വരിക, ഛായാചിത്രം സ്വീകരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടവകയില് നമ്മുടെ വീട്ടിലുള്ള ഛായാചിത്രം നമ്മളതിനെ ഗൗരവത്തോടുകൂടി കാണുക, വണങ്ങുക, ഈശോയ്ക്ക് സമർപ്പിക്കുക, കർത്താവിന്റെ വലിയ കരുണ സ്വന്തമാക്കുക. അപ്പൊ എല്ലാവരെയും അച്ഛൻ സ്നേഹത്തോടെ ഈ തിരുനാളിൽ ക്ഷണിക്കുകയാണ്. നിങ്ങൾ സാധിക്കുന്ന എല്ലാവരും അന്ന് പങ്കെടുക്കുക. കർത്താവിന്റെ മഹാകരുണയുടെ തിരുനാളാണ്. വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഒരു പുതിയ പന്തക്കുസ്ത, ഒരു പുതിയ ജ്ഞാനസ്നാനം, ഒരു പുതിയൊരു സൃഷ്ടികർമ്മം, പൂർണ്ണദണ്ഡ വിമോചനം നേടി കർത്താവിന്റെ കരുണയുടെ ആഴമില്ലാത്ത, അളക്കാനാകാത്ത, നിലയില്ലാത്ത ആ വലിയ കരുണ സ്വന്തമാക്കാൻ നാളെ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അച്ഛൻ ഈ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്ന എല്ലായിടങ്ങളിലും നിങ്ങൾക്ക് നല്ലൊരു കൃപ നിറഞ്ഞ തിരുനാളാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം അച്ഛൻ പറയാൻ മറന്നുപോയി. നാളെ 10 മണി മുതൽ നമ്മുടെ വിശുദ്ധ കുർബാനയും ശുശ്രൂഷകളൊക്കെ
ലൈവായിട്ട് നിങ്ങൾക്ക് കാർമൽ മീഡിയ യൂട്യൂബ് ചാനലിൽ ലൈവായിട്ട് നിങ്ങൾക്ക് കൂടാൻ പറ്റും. ഇവിടെ വരാൻ പറ്റാത്ത മക്കള് അതിൽ ലൈവായിട്ട് കൂടുക, പ്രത്യേകമായിട്ട് അതിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.